വേടനെ വേട്ടയാടുകയാണെന്ന് ചോദിച്ചാൽ ഞാൻ ആ വേട്ടയാടൽ കാണുന്നത് സാമൂഹിക മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ ഒരു മാധ്യമ സ്ഥാപനം 24 മണിക്കൂറിനിടെ വേടനെക്കുറിച്ച് കൊടുത്തുള്ള 40 വാർത്തകളാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് കഞ്ചാവ് കേസിൽ അഷ്റഫ് ഹംസ അതുപോലെ ഖാലിദ് റഹ്മാനൊക്കെ അറസ്റ്റിലായി. അവരെക്കുറിച്ച് ഇങ്ങനെ 40-50 വാർത്തകൾ ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അതിനു മുമ്പ് എത്രയോ കഞ്ചാവ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഷൈൻ ടോൺ ചാക്കോയെക്കുറിച്ച് 24 മണിക്കൂറിൽ ഒരു മാധ്യമ സ്ഥാപനവും 40 വാർത്തകളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഒരു പ്രൊഫഷണറ്റ് അല്ലാത്ത ഒരു വാർത്തകളുടെ ആധിക്യം കാണുന്നു. ഒരു പക്ഷേ അപ്പോൾ ഷൈൻ ടോം ചാക്കോയാണോ വേടനാണോ കൂടുതൽ പോപ്പുലർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൈൻ ടോം ചാക്കോയാണ് പോപ്പുലർ. അദ്ദേഹത്തിനാണ് കൂടുതൽ റീച്ചുള്ള സിനിമകളുള്ളത്. വേടൻ എന്ന് പറഞ്ഞാൽ വളരെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ മാത്രം അറിയുന്ന ആളുകളാണ്. ഇവിടെ ഒരു 45 വയസ്സിന് മുകളിലുള്ള എത്ര ആളുകൾ വേടൻ്റെ ആരാധകന്മാരുണ്ടാവും? വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് മാത്രമാണ് വേടന് ഫാൻ ഫോളോയിങ് ഉള്ളൂ. അതേസമയം ഷൈൻ ടോം ചാക്കോ അതിൽ കൂടുതൽ പ്രശസ്തനായ ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെ കുറിച്ചോ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ചോ അങ്ങനെ അധികം അദ്ദേഹം ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോൾ പോലും 40 വാർത്തകളൊന്നും ഒരു മാധ്യമങ്ങളും ചെയ്തിട്ടില്ല. വാർത്ത കൊടുത്തു എന്നല്ലാതെ നിരന്തരം ആരാണ് വേടൻ, എങ്ങനെയാണ് വേടൻ ഇങ്ങനെയായത്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഫീച്ചറുകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് പിന്നിൽ എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നു. അത് മാത്രമല്ല സാമൂഹിക മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആളുകൾ ഡിവൈഡഡ് ആണ് വേടൻ്റെ കാര്യത്തിൽ. ഒരു വശത്ത് ഇവനാണോ മയക്കുമരുന്നിനെതിരെ സംസാരിച്ചിട്ട് ഇപ്പോൾ ആ കഞ്ചാവ് വലിക്കുന്നു, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട എന്നൊക്കെ പറഞ്ഞുള്ളതിൽ അശ്ലീല ധ്വനിയോടെ ഇദ്ദേഹത്തെ കളിയാക്കുന്ന ഒരാളുകൾ. മറ്റു ആളുകൾ പറയുന്നു ഇവൻ ഈ പോപ്പുലാരിറ്റിയൊക്കെ ആളുകളെ വഴിതെറ്റിക്കാനാണ് ഉപയോഗിക്കുന്നത്, ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നവനാണ് ഇവൻ എന്ന് പറയുന്നു. കുറച്ചാളുകൾ പറയുന്നു ഇദ്ദേഹത്തിനെതിരെ പണ്ടൊരു മീറ്റു ഉണ്ടായിരുന്നു. അത് ശരിയാണ്, 2020 മറ്റോ ആണെന്ന് തോന്നുന്നു. ഈ മീറ്റു ആരോപണങ്ങൾ പബ്ലിഷ് ചെയ്യുന്നൊരു പേജിൽ ആരാണെന്നറിയില്ല, ഒരാളാണോ ആരോപണം ഉന്നയിച്ചെന്നറിയില്ല. ആ ആരോപണം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു 2-3 പേര് ആരോപണം ഉന്നയിച്ചു എന്നാണ് തോന്നുക. കൺസെൻ്റ് ഇല്ലാതെ റേപ്പ് ചെയ്തു എന്നൊക്കെയാണ് ഒരു ആരോപണം ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഒരു ലീഗൽ ഇതായിട്ട് പോയിട്ടില്ല. അത് ശരിയായിരിക്കും തെറ്റായിരിക്കും നമുക്കറിയില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ അനോണിമസ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. അത് ഇപ്പോൾ വീണ്ടും ഫ്ലോട്ട് ചെയ്തു വരുന്നു. യെസ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ വരുവാണ്. അപ്പോൾ വേടനെതിരെ പ്രൊപ്പോർഷനേറ്റ് അല്ലാത്ത രീതിയിൽ ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വരുന്ന ആരോപണവും പരിശോധിക്കുമ്പോൾ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഇളകീറി പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കേസ് ഒരു NDPS കേസാണ്. NDPS കേസ് എന്ന് പറയുമ്പോൾ പോലും അതിനെ പിടിച്ചെടുത്ത ലഹരി വസ്തു അത് വേടൻ തന്നെ ഉപയോഗിച്ചതാണോ നമുക്കറിയില്ല. 9 പേർ താമസിക്കുന്ന ഒരു മുറിയിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവാണ് പിടിച്ചത്. അത് വേടൻ ഉപയോഗിക്കുന്നുണ്ട്. വേടൻ പിന്നീട് പറഞ്ഞു ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഒരു പെറ്റി കേസിനോളം, അതായത് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന ഒരു ചെറിയ കേസ് മാത്രമാണ് നിയമത്തിൻ്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ. മറ്റേ പുലിനഖം അത് അദ്ദേഹത്തിന് അറിയില്ല, അത് പുലിനഖമാണോ അത് ഇല്ലീഗലാണെന്ന് പോലും അദ്ദേഹത്തിന് പറയുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള പോലെ ഇന്ത്യയിലെ വനനിയമം അങ്ങനെയാണ്. നമ്മളെ ഒരു വനപാലകന് കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ആ നിയമം അത്ര കാർക്കശ്യമുള്ളതാണ്. അതുകൊണ്ട് ഇത് എനിക്ക് അറിയില്ലായിരുന്നു, നിയമത്തെക്കുറിച്ച് അറിയില്ലായിരുന്നൊക്കെ അദ്ദേഹത്തിന് കോടതിയിൽ പോയി പറയാനേ പറ്റുള്ളൂ. ഇനി അദ്ദേഹത്തെ കഞ്ചാവ് പിടിക്കാൻ ചെന്ന പോലീസ് പരിശോധിക്കുമ്പോഴാണ് ഈ പുലിനഖം കാണുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ ഇദ്ദേഹത്തെ പെടുത്തണം എന്ന് പോലീസിന് ഉറപ്പുണ്ട്. അവരുടെ ലക്ഷ്യം കഞ്ചാവ് വേട്ടയല്ല, ഇയാൾ എന്തെങ്കിലും നിയമലംഘനം നടത്തുന്നുണ്ടോ എന്നാണല്ലോ പോലീസ് പരിശോധിക്കുന്നത്. അതായത് ഒരാളുടെ വീട്ടിൽ കഞ്ചാവ് വലിക്കുന്നുണ്ടെന്ന് കരുതി പോലീസ് ചെല്ലുകയാണ്. നോക്കുമ്പോൾ ചെറിയ സംഭവമേ ഉള്ളൂ. സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടാൻ നോക്കുമ്പോൾ പുലിനഖം. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ്? എന്തെങ്കിലും കേസുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. അതിലൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.